പിന്മാറണമെങ്കിൽ സെൻട്രലിനാണ് അധികാരം, അല്ലെങ്കിൽ ആർബിട്രേഷൻ നടപടിയിലേക്ക് വരുന്നത്. ഇത് പിന്മാറാനല്ല, ഈ തെരഞ്ഞെടുപ്പ് വരെ ഒഴിവായി നിന്ന് ഒളിച്ചു കളിക്കാനുള്ള ഒരു അവസരമാണ്. CPI-ക്കാർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മയക്കുവടി വെച്ച് CPI-ക്കാരെ ഒന്ന് മയക്കി കിടത്താനാണ്. ഇലക്ഷൻ വരെ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുക, കഴിയുമെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരിക, അതുവരെ പഠിക്കുക, പഠനം നീട്ടുക, കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോവുക. അതാണ് CPM-ന്റെ തുടക്കം. ഞാൻ പറഞ്ഞതിൽ കൂടെ ഒന്നും പറയാനില്ല. ശബരിമലയിലെ കൊള്ള ആർക്കും മറയ്ക്കാൻ കഴിയില്ല, ആരും ഒന്നും മറന്നില്ല. അതിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. എങ്കിൽ പോലും പൂർണ്ണമല്ല. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ ഗുരുതരമായ ഒരു കളവ് നടന്നിട്ട്, കൊള്ള നടന്നിട്ട് ഇന്ത്യയുടെ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. കളവ് മുതൽ ശബരിമലയിലെ സ്വർണം കണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. നാമമാത്രമായ അന്വേഷണവും കണ്ടെത്തലുകളും മാത്രമാണ് നടക്കുന്നത്. ഒന്നിൻ്റെയും മറവിൽ PMC വേർതിരിച്ചു. അതിൻ്റെ പേരിൽ ശബരിമല മറയ്ക്കാനോ മറക്കാനോ ഒരു കാരണവശാലും ഇടയാവില്ല. അത് അതിൻ്റേതായ ഗൗരവത്തോടെ തന്നെ വിശ്വാസികളും കേരളത്തിലെ ജനങ്ങളും കേരളത്തിന് പുറത്തുള്ള ശബരിമല ഭക്തന്മാരും കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയവും